ഇൻറ്റീരിയർ ലാബിൻ്റെ പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു CNC വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. CNC വർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് ഇൻറ്റീരിയർ വർക്ക് ചെയ്യുമ്പോഴും അല്ല എക്സ്റ്റീരിയറിലെല്ലാം തന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് CNC വർക്ക് എന്ന് പറയുന്നത്. CNC വർക്ക് ഉപയോഗിച്ച് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും വളരെ മനോഹരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് CNC വർക്ക് എന്ന് പറയുന്നത്. CNC വർക്ക് നമുക്ക് മൾട്ടിവുഡ് ചെയ്യാം. അതുപോലെ നമ്മൾ ഈ തടിയുടെ മുകളിൽ ചെറിയ കൊത്തുപണി പോലെ തന്നെ നമുക്ക് CNC വർക്ക് ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തിരുവല്ലയ്ക്ക് അടുത്തുള്ള നമ്മുടെ നെരണം കടപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയായ ഇതിൻ്റെ CNC വർക്ക് ചെയ്യുന്നൊരു ആളെ പരിചയപ്പെടാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഉറപ്പായും നിങ്ങൾ ആളുടെ വർക്കുകളും കാര്യങ്ങളും കണ്ടിട്ട് നിങ്ങൾ വർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം ഞാനിതൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്, CNC വർക്കിൻ്റെ ഇത് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തടി ചെയ്തെടുത്തേക്കുന്നതാണ്. തടിയിൽ കൊത്തുപണി ചെയ്യുന്ന പോലെ നമുക്കിത് CNC ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇത് മൾട്ടിവുഡ് ചെയ്തെടുത്തേക്കുന്നതാണ്. മൾട്ടിവുഡിൽ ഇതുപോലെ നമുക്ക് CNC വർക്ക് ചെയ്ത് എടുക്കാം. ഇതാണ് നമ്മുടെ ബിനിച്ചേട്ടൻ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പം നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരെന്ന് പറയുന്നത് നിർമ്മിതി ഇൻറ്റീരിയേഴ്സ് എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ എത്ര നാളായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്? ഇത് ഓൾമോസ്റ്റ് 2018 സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6-7 വർഷമായിട്ടുണ്ട്. 6-7 വർഷമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഈ ഫീൽഡിൽ തന്നെ ഉണ്ട്. അതെ, നേരത്തെ ഈ ഫീൽഡ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഫീൽഡ് സത്യമായിട്ട് പറഞ്ഞാൽ കയറിയത് ഒരു 2012 ആ റേഞ്ച് ഈ ഫീൽഡിലോട്ടേക്ക് കയറിയത്. അതെ, മിഷനറി എല്ലാം താഴെ, പിന്നെ മേളി മാത്രം ഓഫീസ് സെറ്റപ്പ് ആയിട്ട്. കടപ്ര ജംഗ്ഷനിൽ തന്നെ ഗ്രാൻഡ് മോൾ കഴിഞ്ഞിട്ട് ഉള്ള ജംഗ്ഷൻ. നമ്മൾ ചെയ്യുന്ന പറയുമ്പോൾ MDF, ആക്ലിക്, വുഡ്, ACP, ഫണ്ടർ മാക്സ്, ഹൈലം ഷീറ്റ്, ആക്ലിക്, ഇങ്ങനത്തെ ഷീറ്റ് എല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ. നമുക്ക് മേ ബി ഒരു 1 to 2 days. അത് ഡിപ്പെൻഡ് ചെയ്യും നമ്മളുടെ ക്വാണ്ടിറ്റി എത്രയുണ്ട് അതനുസരിച്ച് വോല്യൂം അഡ്ജസ്റ്റ് ചെയ്തിട്ട്. കാരണം 1-2 പീസൊക്കെ ആണെങ്കിൽ 1 day 2 daysനകത്ത് ഡെലിവറി കൊടുക്കുന്നുണ്ട്. അതെ, കാരണം എക്സ്റ്റീരിയർ നമ്മുടെ ACP വർക്ക് വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം ആൾക്കാർ ACP ക്ലാഡിംഗ് വർക്കിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മോക്കപ്പ് അങ്ങനത്തെ കട്ടിങ്സ് ഒക്കെ വരുന്നുണ്ട്. അതെല്ലാം PVC മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ചെയ്യുന്നുണ്ട്. അതെ, അത് പെയിന്റ് അടിക്കാം. അതുപോലെ ഇതിന്റെ ഡിസൈൻസിനെ കുറിച്ച് എങ്ങനെയാണെന്നുള്ളത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണോ, അതോ കുറെ പാറ്റേൺസ് തന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ചെയ്യേണ്ടി വരുമോ എന്നുള്ളത്? അപ്പോൾ അത് നമുക്ക് 2 ടൈപ്പ് ചെയ്യാം. കസ്റ്റമർ നമ്മളടുത്ത് അവൈലബിൾ ഡിസൈൻ ഇഷ്ടം പോലെ ഉണ്ട്, അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഏത് ടൈപ്പ് ആണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എത്ര കോംപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് മാത്രമല്ല നമ്മുടെ 2D ഡിസൈൻ മാത്രമല്ല 3D ഡിസൈനും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2D ഡിസൈനിന് നമ്മൾ പേയ്മെന്റ് മേടിക്കുന്നില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ 3D ആണെങ്കിൽ അത് വളരെ ടൈം കൺസ്യൂമിങ് ആണ്. മീൻസ് മേ ബി ഒരു 1 day ഒക്കെ ഒരാൾ സിസ്റ്റത്തിൽ ഇരുന്നാലേ അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ അതിന് പേയ്മെന്റ് മേടിക്കുന്നുണ്ട് നമ്മൾ. അല്ല, അങ്ങനെയല്ല, നമ്മളുടെ വർക്ക് മാത്രം നമ്മൾ ഡിസൈൻ ചെയ്യുന്നുള്ളൂ. അതെ, കാരണം നമ്മൾ ഈ ഇപ്പം 3D ഡിസൈൻ പറയുന്നത് ഡോറിന്റെ ഫ്രണ്ട് ഡോർ ആയിരിക്കും ചിലപ്പം വരുന്നത്. അപ്പൊ ആ ഡോറിന്റെ മാത്രമായിട്ട് ചെയ്യുന്നത്, ഇല്ല മൊത്തമായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. കാരണം അത് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റേ അല്ലാത്തതുകൊണ്ട്. പൊതുവെ കോമൺ ആയിട്ട് ആൾക്കാർ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് മെറ്റൽ കട്ടിങ് ചെയ്യാറുണ്ടോ എന്നുള്ളത്. നമ്മൾ ചെയ്യാറുണ്ടോ, അത് എങ്ങനെയാണെന്നുള്ളതൊന്നും കൂടെ. ഇല്ല, അത് ആക്ച്വലി CNC മെഷീനിൽ മെറ്റൽ കട്ടിങ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഫൈബർ മെഷീൻ വേറെ വരുന്നുണ്ട്, ഇല്ലെങ്കിൽ ലേസർ വരുന്നുണ്ട്. അതേ മാത്രം ചെയ്യാൻ പറ്റത്തുള്ളത്, അല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. അത് ഇല്ലെങ്കിൽ പിന്നെ വാട്ടർ ജെറ്റ് മെഷീൻ വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഓവർ കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് ഇത് വരുന്ന CNC മെഷീനാണ്. ഇത് 3 axis മെഷീനാണ് പറയുന്നത്. ഇത് കാരണം 3 axis പറയുന്ന റീസൺ പറയുമ്പോൾ ഇതിന് X മൂവ്മെൻറ്റ് ഉണ്ട്, അങ്ങോട്ട് റൈറ്റ് ടു ലെഫ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ട് മെഷീനിന്.
പിന്നെ വൈ മൂവ്മെൻ്റ് ഉണ്ട്, മീൻസ് ഇങ്ങോട്ടും അങ്ങോട്ടും ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അതല്ലാത്ത മൂന്നാമത്തെ മൂവ്മെൻറ്റാണ് വരുന്നത് സെഡ് മൂവ്മെൻറ്റ്, മീൻസ് മേളിയും താഴോട്ട്. ഇങ്ങനെ 3 മൂവ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് ആക്ച്വലി പ്രോസസ്സ് ചെയ്യുന്നത് പറയുന്നത് ഒരു ടെൻസി സ്റ്റുഡിയോ പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ വഴിയാണ്. ഇതാണ് സോഫ്റ്റ്വെയർ അല്ലേ? അതെ അതെ. നമ്മൾ ഇതിനകത്ത് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തിട്ട് ടൂൾ പാത്ത് ജനറേറ്റ് ചെയ്യും ജി കോഡ് വെച്ച്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ മെഷീൻ ഓട്ടോമാറ്റിക്കലായിട്ട് വർക്ക് ചെയ്യുന്നത്. ഒരു വട്ടം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതും ആ കറണ്ട് പോവുകയാണെങ്കിലും അത് ആ സെയിം പൊസിഷനിൽ തന്നെ വീണ്ടും സ്റ്റാർട്ട് ആവും. അങ്ങനെ കുറച്ച് ഗുണങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ വർക്ക് പറയുമ്പോൾ ഫുള്ളായിട്ട് അക്യൂറസി ആയിരിക്കും. ഒരു 0.5 mm അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. മീൻസ് നമ്മുടെ മെഷർമെൻറ്റ് പക്കയായിട്ട് കിട്ടുന്ന സംഭവമാണ് ഇത്. കൃത്യമായിട്ട് തന്നെ നമുക്ക് മൊത്തം ചെയ്തെടുക്കാവുന്നുള്ളൂ. നമുക്ക് ആ ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ സാധനം കിട്ടും. അതല്ലാതെ വേറെ ഒരു ഗുണം പറയുമ്പോൾ നമുക്കൊരു ഇപ്പോൾ ഒരു 10 ഡോറുണ്ട്. ഇപ്പോൾ കൈപ്പണി ചെയ്യുമ്പോൾ 10 ഡോർ സെയിം ഡിസൈൻ ആണെങ്കിലും അത് ഡിഫറെൻ്റ് ആയിട്ട് പോകത്തുള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് 10 ഡോർ ഉണ്ടെങ്കിൽ 10ഉം കറക്റ്റായിട്ട് അങ്ങനെ തന്നെ സിമിലറായിട്ട് പോകും, ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇതിനൊരു വലിയൊരു ഗുണം എന്ന് പറയുന്നത്. അതെ, കൈകൊണ്ട് എത്ര പണി ചെയ്താലും നമുക്ക് ഒരേ പെർഫെക്ഷൻ എല്ലാത്തിലും നമുക്ക് കിട്ടത്തില്ല. അതെ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്കിത് ഫാസ്റ്റ് പ്രോസസ്സിംഗ് ആയിട്ട് മീൻസ് സെയിം ക്വാണ്ടിറ്റി ആണെങ്കിൽ എന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോകും. കൈകൊണ്ട് ഇപ്പോൾ ഒരു ഡോറൊക്കെ ചെയ്യുമ്പോൾ എത്ര സമയം എടുക്കും നമുക്ക്? അതെ അതെ അതെ. അത് മാത്രമല്ല അത് കോസ്റ്റ്ലിയും ആവുന്നുണ്ട്. ബഡ്ജറ്റ് കൂടുന്നതുകൊണ്ട്, ഡേയ്സ് കൂടുന്നുണ്ട്. ഈ പറയുന്ന ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് ഡോർ കംപ്ലീറ്റ് ആവാതെ വരുന്നുണ്ട്. എളുപ്പം. അത് മാത്രമല്ല നമുക്ക് ടൈം അറിയാം. ഇതിനകത്ത് നമുക്ക് ടൈം അറിയാൻ പറ്റും. പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു ഡോർ ഇത്ര സമയത്തിനകത്ത് തീരും. അപ്പോൾ തന്നെ നമുക്ക് കസ്റ്റമറോട് പറയാൻ പറ്റും ഇത്ര അലൗൻസൂടെ വെച്ചിട്ട് കറണ്ട് പോകുന്നതോ അങ്ങനെയൊക്കെ ഇത്ര കസ്റ്റമറോട് പറയാൻ പറ്റും നമുക്ക്. അത് മാത്രമല്ല ഡെലിവറി ചെയ്യാനും പറ്റും നമുക്കത്. അതൊരു വലിയൊരു ഗുണമാണ്. അപ്പം നമ്മളുടെ ഇങ്ങനൊരു വീഡിയോ ചെയ്ത് തരാൻ സഹായിച്ചതിന് വളരെ നന്ദി. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോകളായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നന്ദി, നമസ്കാരം. ശരി.